ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ദാസീഭൂതസമസ്തദേവവനിതാം ലോകൈകദീപാങ്കുരാം ശ്രീമന്മന്ദകടാക്ഷലബ്ധവിഭവബ്രഹ്മേന്ദ്രഗംഗാധരാം ത്വാം ത്രൈലോക്യകുടുംബിനീം സരസിജാം വന്ദേ മുകുന്ദപ്രിയാം. കെൽപ്പാന്നുള്ളൊരു കാലഘട്ടമതുനാ പോയി വെറും വൃദ്ധനായി സ്വൽപ്പം വ്യാധിയുമായി ഞാനവനിയിൽ മേവുന്നു വിശ്വേശ്വരീ. ത്വൽപാദാംബുജമാശ്രയിപ്പുവരതേ മേലിൽ സ്വയം പ്രാപ്തനായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം 15-ാമത്തെ അധ്യായം ഷഷ്ഠസ്കന്ധം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ജനമേജയന്റെ വീണ്ടും സംശയങ്ങൾ വ്യാസനോട് ചോദിക്കുന്ന ഭാഗങ്ങളെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ജനമേജയന്റെ സംശയങ്ങൾ കേട്ട വ്യാസൻ അതിനായിട്ട് ഉത്തരം പറയാൻ തുടങ്ങി. ഹേ ജനമേജയ, ഹേ രാജൻ, ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്ത പ്രാണിക്ക് ക്ഷമ വളരെ കുറവാണ്. ക്ഷമയുള്ളവനെ ലോകത്ത് കാണാൻ തന്നെ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും സാമർഥ്യമുള്ളവന് അത് തീരെ ദുർലഭമാണ് എന്ന് പറയാണ്. സർവസംഘങ്ങളും പരിത്യജിച്ച് തപസ്സു ചെയ്യുന്ന മുനിക്കും നിദ്രയെയും വിശപ്പിനെയും കീഴടക്കിയവനും യോഗമാർഗത്തിൽ ഉറപ്പുവന്നവനും അറിയാതെ കയറിക്കൂടിയ കാമം, ക്രോധം, ലോഭം, അഹങ്കാരം എന്നിവ ഉണ്ടാവും. ശരീരത്തിനുള്ളിൽ തന്നെയുള്ളവരാണ് എല്ലാവിധത്തിലും ഉള്ള ശത്രുക്കള്. ഈ ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞ ഒരുവനും മുമ്പുണ്ടായിട്ടില്ല. അതിന് കഴിവുള്ള ഒരുവനും ഇപ്പോൾ ഇല്ല. ഈ സംസാരത്തിൽ ഇനി ഉണ്ടാകുകയുമില്ല. നോക്കൂ, ന ഭൂതപൂർവ സംസാരേ ന ജൈവ വർത്തതേധുന ഭവിതാനപ്പുമാൻ കച്ചിൽ യോ ജയേതരിപൂനിമാൻ. ഇതിനെയൊക്കെ ആ ക്രോധം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്നത്. കാമത്താൽ, ക്രോധത്താൽ, ലോഭത്താൽ, അഹങ്കാരത്താലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തീരെ സാധ്യമില്ലാത്തതാണ്. മനുഷ്യന്റെ പ്രധാന ശത്രുക്കൾ ഇവയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നു. സപ്തമസ്കന്ധത്തില് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ പ്രഹ്ലാദനും അച്ഛനായ ഹിരണ്യകശിപുവിനോട് അതല്ലേ പറഞ്ഞത്? ദിഗ്വിജയം ചെയ്തു, എന്നെ കണ്ടാൽ എല്ലാവരും പേടിക്കണു, എല്ലാ ശത്രുക്കളെയും ഞാൻ ജയിച്ച് ത്രിലോകത്തിനും ഏക ഈശ്വരനായിട്ടിരിക്കണു എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ പ്രഹ്ലാദൻ പറഞ്ഞത്, എന്താ അച്ഛൻ ഈ വിളിച്ചു പറയണത്? ജയിക്കേണ്ട ശത്രുക്കളെ ഒന്നും ജയിച്ചിട്ടില്ല, പുറമേ കാണുന്ന ആരെയോ എന്തെയൊക്കെയോ ആണ് ശത്രുക്കൾ എന്ന് വിചാരിച്ച് അവരെയൊക്കെ ജയം നേടിയത് കൊണ്ട് എന്താ പ്രയോജനം? വാസ്തവത്തിൽ ശത്രുക്കൾ പുറത്തല്ല, അച്ഛൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈർഷ്യ, അസൂയ, ദമ്പം, ദർപ്പം, അഹങ്കാരം, അഭിമാനം, ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. ഇവയെല്ലാം പുറമെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവയെല്ലാം ഇരിക്കുന്നത് കാണാൻ കഴിയാതെ നമ്മുടെ ഉള്ളിലാണ്. ഈ ശത്രുക്കളെയാണ് വാസ്തവത്തിൽ ഓരോരുത്തരും ജയിക്കേണ്ടത്. ആ ശത്രുക്കളെ ജയിച്ചു കഴിഞ്ഞാൽ, ഉള്ളിലുള്ള ഈ ശത്രുക്കളെ ജയിച്ചാൽ പിന്നീട് പുറമേ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ ശത്രുക്കളെ ജയിക്കുക എന്നുള്ളതൊന്നും അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അതൊന്നും പലർക്കും, മനുഷ്യർക്ക് എത്ര തപസ് ചെയ്താലും, എത്ര വേദം പഠിച്ചാലും, എത്ര ഭാഗവതാദി പുരാണങ്ങൾ പഠിച്ചാലും, എന്തൊക്കെ തന്നെ പണ്ഡിതനായാലും എന്തൊക്കെ ആയാലും ഇതിനെയൊക്കെ ജയിക്കുക എന്നുള്ളത് വളരെ വളരെ കഷ്ടമുള്ള കാര്യമാണ്. തിതിക്ഷ, കരുണ, മൈത്രി, ക്രോധം വരാതെ കണ്ടിരിക്കുക, ആരോടും ശത്രുതയില്ലാതെ കണ്ടിരിക്കുക,
തന്നെ ശത്രുവായി കരുതുന്നവനോട് പോലും ദയാ, കാരുണ്യം, മൈത്രീഭാവം ഉണ്ടാവുക, തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കാൻ കഴിയുക, ഇതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് പറയണത്. ഒരാളെ കാണാൻ ഒരു അതിഥി വന്നു. വീട്ടില് എന്തോ കാര്യത്തിന് സംസാരിക്കാൻ വന്നതാണ്. അതിഥിയെ സ്വീകരിച്ചിരുത്തി. വന്ന അതിഥിയും ഗൃഹനാഥനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഗൃഹനാഥൻ്റെ ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി ഓടി വന്നു. ഗൃഹനാഥൻ ഇരിക്കുന്നതായിട്ടുള്ള ആ സോഫയോ ചെയറോ പീഠം എന്തോ ആവട്ടെ അതിൻ്റെ പിന്നിൽ കയറി ഗൃഹനാഥൻ്റെ അച്ഛൻ്റെ പിന്നിൽ നിന്നു. അച്ഛൻ്റെ പിന്നിൽ നിന്ന് ആ കുട്ടി തൻ്റെ കയ്യുകൊണ്ട് ആഞ്ഞിത അച്ഛൻ്റെ വലത്തെ ഷോൾഡറില്, ചുമലില് ആഞ്ഞടിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അടികൊണ്ടപ്പോഴ് വളരെ വേദനയെടുത്തു അച്ഛന്. വേദനയെടുത്ത അച്ഛൻ സത്യപാല അടങ്ങ് എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി വീണ്ടും കൈകളെ പൊക്കിക്കൊണ്ട് ഇടത്തുഭാഗത്തെ അദ്ദേഹത്തിൻ്റെ ഷോൾഡറില്, ചുമലില് വീണ്ടും ആഞ്ഞ് കൂടുതൽ ശക്തിയോടുകൂടി ഇടിച്ചു. ആ ഇടി കിട്ടിയ സമയത്ത് കുറച്ചും കൂടി തൻ്റെ ശബ്ദത്തിനെ ഘനമാക്കിക്കൊണ്ട് പറഞ്ഞു, സത്യപാല അടങ്ങ് എന്ന് പറഞ്ഞു. കുറച്ചും കൂടി കഴിയുമ്പോഴിതൊക്കെ നടക്കുന്നത് അതിഥി മുമ്പിലിരിക്കുന്ന സമയത്താണ്. ഇത് അല്പസമയത്തിനുള്ളിൽ ആ കുട്ടി മുഷ്ടികളെ ചുരുട്ടിക്കൊണ്ട് അച്ഛൻ്റെ ശിരസിലാണത്രേ ആഞ്ഞടിച്ചത്. അടി ഗംഭീരമായിട്ടുള്ള ശിരസിലുള്ള അടി കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അത്രയും വേദന അനുഭവപ്പെട്ടു. കുറച്ചും കൂടി ഉച്ചത്തിലെ ശബ്ദത്തില് ദൃഢമായിട്ട് പറഞ്ഞു, സത്യപാല അടങ്ങ് എന്ന്. ഇത് കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള അതിഥി അദ്ദേഹത്തിനോട് പറഞ്ഞു, മക്കളോട് സ്നേഹമൊക്കെ വേണം, പക്ഷേ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മ ചെയ്യുന്ന സമയത്ത് അവരെ ശിക്ഷിക്കുകയും വേണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴ് ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് വന്ന ആളോട് പറഞ്ഞു, എൻ്റെ മകന് അവൻ സ്വല്പം ബുദ്ധിമാന്ദ്യമുള്ളവനാണ്, എന്താ ചെയ്യുന്നത് എന്ന് അവനറിയില്ല, അറിയാതെ ചെയ്യുന്നതാണ് ആ കുട്ടി. കാണുമ്പോഴിത്ര വയസ്സുണ്ട്, വലുതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാര്യമില്ല, ബുദ്ധിക്ക് വളർച്ചയുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. ഞാൻ അവനെ ഒരിക്കലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യാറില്ല. കാരണം എന്നോട് അവന് അത്രയും സ്നേഹമുണ്ട്. ഞാൻ കടുത്ത അവനോടൊരു വാക്ക് പറഞ്ഞാൽ അവനത് മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് മുഴുവൻ കരഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാതെ കണ്ട് അവനിരിക്കും. അതെനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് വളരെ ദൂരത്തിലുള്ള കാര്യമാണ്. ഞാൻ അവനോട് കടുത്തമായിട്ട് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഞാൻ ഒരു വാക്ക് പോലും ഞാൻ അവനോട് അതുകൊണ്ട് പറയാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത്ര അതിഥി ചിരിച്ചത്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ഇപ്പം അങ്ങ് പറഞ്ഞത് ഒരു കടുത്ത വാക്ക് പോലും പറയാറില്ല എന്നല്ലേ, എന്നിട്ടല്ലേ ഇതാ ആക്രോശം കൊണ്ട് നിലവിളിച്ചത്, സത്യപാല അടങ്ങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കേട്ടപ്പോൾ വീണ്ടും ഗൃഹനാഥൻ ചിരിച്ചുകൊണ്ട് ഈ അച്ഛൻ പറയുകയാണത്രേ, സത്യപാലൻ അവൻ്റെ പേരല്ല, എൻ്റെ പേരാണ്. ഞാൻ എന്നെ തന്നെ എൻ്റെ ഉള്ളിൽ സത്യപാല അടങ്ങ് അടങ്ങ് എന്ന് ഓരോ അടി കൊള്ളുമ്പോഴും എൻ്റെ ആ ക്രോധത്തിനെ അടക്കാൻ വേണ്ടി ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. അവൻ്റെ പേര് ഗോപാലൻ എന്നാണ്. അപ്പോൾ സത്യപാല അടങ്ങ് എന്ന് ഇദ്ദേഹം പറഞ്ഞത് സ്വന്തം മനസ്സിലുള്ള ക്രോധത്തിനെ സ്വയം അടക്കാനായിക്കൊണ്ടാണ് എന്നവിടെ പറഞ്ഞു. സന്ദർഭവശാൽ പറഞ്ഞതാണ്. എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇതാണ്, ക്രോധത്തിനെ അടക്കുക സ്വയം എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുകയാണ്. അത് തന്നെ ആ വേദവ്യാസൻ ഇവിടെ ജനമേജയനോടും പറയുന്നത്. വ്യാസവചനങ്ങളെ നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. സമയം കഴിഞ്ഞ കാരണം കൊണ്ട് ഇന്നിവിടെ തന്നെ നിർത്തുന്നു.